പാവം എൻ ടി എ നമ്മൾ വെറുതെ സംശയിച്ചു. എത്ര നിഷ്കളങ്കരാണവർ, എത്ര പരിശുദ്ധിയോടുകൂടിയാണ് ഈ നീറ്റ് 2024 എക്സാം അവർ നടത്തിയത്. ഒരുപാട് പേര് വെറുതെ എൻ ടി എ നമ്മൾ സംശയിച്ചു. എല്ലാം ക്ലിയറായി വൃത്തിയായി നടത്തി. ഇനി അവർ കൗൺസിലിങ്ങും വളരെ കൃത്യമായി നടത്തും. എത്ര ദയാലുക്കളാണ് ഈ എൻ ടി എ. കാരണം പാവം ഹരിയാനയിലെ ഒരു സെൻറ്ററിൽ കുറച്ച് കുട്ടികൾക്ക് ഒരു 2 പേർക്ക് മാത്രം സമയം കിട്ടാത്തതുകൊണ്ട് അവരധികം മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, പിന്നെയും ഇവർ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നല്ല ഒരു 4-5 സെൻറ്ററും കൂടെ 1563 പേർക്കാണ് ഞങ്ങൾ കൊടുത്തത് എന്നും പറഞ്ഞിട്ട് അവർ വന്നു. അതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ, അവർ പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ കോടതി പോയപ്പോൾ കോടതി അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളത് അങ്ങോട്ട് വിഡ്രോ ചെയ്തോളാം, എന്നാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അവർക്ക് നമ്മൾ വേറൊരു പരീക്ഷ ഇങ്ങോട്ട് നടത്താം. ഇനി അത് പഴയ മാർക്ക് വരികയെങ്കിൽ ആ പഴയ മാർക്ക് എത്രയും നമുക്കറിയില്ലല്ലോ. അവർ ഈ ഗ്രേസ് മാർക്ക് അങ്ങോട്ട് കഴിച്ചിട്ടുള്ള മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് ചിലപ്പോൾ 700 ആവും, നമുക്കറിയില്ല. ഈ 1563 മുക്കാൽ ഭാഗം കുട്ടികൾക്കും ചിലപ്പോൾ 680 690 മാർക്കാക്കാൻ ഇപ്പോൾ പാടൊന്നുമില്ലല്ലോ. പാവല്ലേ എൻ ടി എ. അതുകൊണ്ട് അതായിരിക്കും സംഭവിക്കുക. അവരൊന്നും ഇനി പരീക്ഷ എഴുതണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടു വേണ്ടാത്തവർക്ക്. അപ്പോൾ അവരും അതിലൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വളരെ ക്ലിയറാണേ. അപ്പോൾ അങ്ങനെ മതി, ആയിക്കോട്ടെ, ഗംഭീരമായിരിക്കണം, എന്നാൽ നിങ്ങളുടെ ആ ശുപാർശ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആരെ അന്വേഷിച്ചത്? അവർ തന്നെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിത്തരേ. എന്നിട്ട് അവരങ്ങോട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളതാണ്ട് വിഡ്രോ ചെയ്തോളൂ, അതാണ് നല്ലത്, വേറെ പരീക്ഷ ഇങ്ങോട്ട് നടത്തിക്കോളൂ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. കോടതിയിൽ അതങ്ങോട്ട് പറഞ്ഞു. കോടതി ശരി. എന്നിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നും പറഞ്ഞിട്ടൊരു കേസുണ്ട് അത്രേ ബീഹാറിൽ നിന്ന്. അതങ്ങോട്ട് കേട്ടത് പാടും ഒരാൾ കോടതി പോയി. അവിടെ ചെന്ന് അത് ഞങ്ങൾ ജൂലൈ 8 ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇനി അതിൻ്റെ കൂടെയൊക്കെ കേട്ടാൽ മതി, എന്നാൽ കൗൺസിലിംഗ് ഒക്കെ ഇങ്ങോട്ട് നടന്നോട്ടെ, കുട്ടികളുടെ കോളേജ് അലോട്ട്മെൻറ്റും മറ്റുമൊക്കെ ഗംഭീരമായിട്ട് അങ്ങോട്ട് നടന്നോട്ടെ പറഞ്ഞു. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗുജറാത്തിൽ നിന്നൊരു കഥ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്കാണ് ഈ നീറ്റായിട്ട് നടത്തിയ ഈ പരീക്ഷയിൽ മറ്റൊരു കഥ കേൾക്കണത്. ഗുജറാത്തിലെ ഗോദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെൻറ്ററിൽ ഒരു 4-5 പേരെ പിടിച്ചു അത്രേ. 12 കോടിയുടെ അഴിമതിയാണ് അത്രേ. അവിടെ വളരെ സിമ്പിളായിട്ടാണ്, നീറ്റായിട്ടാണ്, ട്രാൻസ്പെറൻറ്റ്, വളരെ പരിശുദ്ധമായിരുന്നു. ഒന്നുമില്ല, കുട്ടികൾ അങ്ങോട്ട് ആ സെൻറ്ററിൽ ചെല്ലുക, അറിയണ എന്തെങ്കിലും 5-6 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് മാണ്ട് കറുപ്പിച്ചിട്ടുങ്ങണ്ട് അവിടെ മിണ്ടാതിരുന്നാൽ മതി. പിന്നെ പരീക്ഷയുടെ സമയം കഴിഞ്ഞാൽ അവിടുത്തെ സാറ് തന്നെ ശരി ഉത്തരങ്ങളൊക്കെ ഉണ്ട് കറുപ്പിച്ചിട്ട് എൻ ഡി എക്കാണ്ട് കൊടുക്കും. അതാണ് കരാറ്. 7 ലക്ഷം രൂപയാണ് അത്ര ഒരാൾക്ക്. 12 കോടിയാണ് അത്ര ഇവിടെ നടന്ന്. വളരെ പാവല്ലേ, വളരെ പരിശുദ്ധമായിട്ടല്ലേ നടന്ന്. ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞതൊക്കെ അല്ലേ, പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്തായാലും ഈ പരീക്ഷ ആ സമയത്തായതുകൊണ്ട് നല്ലൊരു കറവ പശുവായിരുന്നിരിക്കണം. 1000 കുട്ടികളിൽ നിന്ന് ഒരു 5 ലക്ഷം വെച്ച് ഓരോ സ്റ്റേറ്റിൽ നിന്നും വാങ്ങി ഒരു 25,000, 1%, കാരണം 25,000 സീറ്റാണല്ലോ ഈ ഗവൺമെൻറ്റിലുള്ളത്. അപ്പോൾ ഒരു 25,000 കുട്ടികളിൽ നിന്ന് ഒരു 5 ലക്ഷം വെച്ച് വാങ്ങിയാൽ എത്രയും 1250 കോടിയുള്ളൂ. എന്നാൽ അത് പോരാ, സത്യത്തിൽ അത്ര ചെറിയൊരു തുക ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 12 കോടി ഗുജറാത്തിൽ നിന്നാണെന്ന് ഇപ്പോൾ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം. ബാക്കിയുള്ള കഥ അറിയില്ല കേട്ടോ. പാവം, നമുക്കൊന്നും അറിയില്ല. വളരെ പരിശുദ്ധമാണ് നമ്മൾ. അഴിമതി തീരെയില്ലാത്ത നാടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും പരീക്ഷയൊക്കെ നടത്തുക എന്ന് പറയുന്നത് തെറ്റല്ലേ. ഈ കുട്ടികൾ തന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് ഡോക്ടറാവട്ടെ ഒക്കെ വാങ്ങി ഇതിനി തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നടക്കണ കാര്യമാണോ? അറിയില്ല. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ എൻ ടി എ സംശയിക്കരുത്. കാരണം നമ്മൾ ഈ സെൻറ്ററിലൊക്കെ പലപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എന്നുള്ള പേരിൽ ഈ പരീക്ഷ പേപ്പർ തുണ്ടമായി ഒരു 4-5 പരീക്ഷകളിലൂടെ താല്പര്യമുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ആർക്കറിയാം. ഒരു 600 മാർക്ക് വാങ്ങിയത് കഴിഞ്ഞ തവണ 20,000-ൻ്റെ അടുത്ത് കുട്ടികളാണെങ്കിൽ ഇത്ര 80,000 കുട്ടികളാണ് ഇത്ര 600-ന് മേലെ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. വളരെ പാവവും ദയാലുക്കളും അല്ലേ. അതുകൊണ്ട് നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കുക. എൻ ടി എ വളരെ പരിശുദ്ധമാണ്. കുട്ടികൾ പലതും സംശയിച്ചിട്ടേ സമരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ആഫീസിന് മുന്നിൽ സമരം ചെയ്തപ്പോൾ അദ്ദേഹം 3 കുട്ടികളെയും ഒരു രക്ഷിതാവിനെയും ഉള്ളിൽ വിളിച്ചു അത്രേ. പറഞ്ഞു, നിങ്ങൾ ആശങ്കകളൊക്കെ ഞങ്ങൾ അകറ്റിത്തരാം, ഒരു സംശയമില്ല, എത്രയും വേഗം കൗൺസിലിംഗ് നടത്തി തരാമെന്ന് പറഞ്ഞു അത്രേ. ആദ്യം തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ ടി എ പാവാണ്, നിങ്ങൾ കൗൺസിലിംഗ് വേഗം നടത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉള്ളിൽ പോയ കുട്ടികൾ ഏത് കുട്ടികളാണ്, രക്ഷിതാവ് എന്താ അവരുടെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാവണമല്ലേ. റീനീറ്റ് വേണമെന്നും പറഞ്ഞാൽ അത്രേ സമരം ചെയ്തിരുന്നത്. ഗംഭീരമായി കൗൺസിലിംഗ് വേഗം നടത്തി തരാമെന്ന് പറഞ്ഞു അത്രേ. ഇനിയും നിങ്ങൾ എൻ ടി എ ഈ ഗവൺമെൻറ്റിനെ ആരെയും ഒന്നും സംശയിക്കരുത്. വളരെ പാവാണ്, നീറ്റായിട്ടാണ് ഈ പരീക്ഷയൊക്കെ നടത്തിയത്. അതുകൊണ്ട് എത്രയും വേഗം കൗൺസിലിംഗ് നടത്തും.
യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനിയും എവിടെന്നെങ്കിലുമൊക്കെ വാർത്തകൾ ഇതുപോലെ തട്ടിപ്പിൻ്റെ വരുന്നതിന് മുമ്പ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ വേഗം തീർത്തിട്ട് ഈ വർഷത്തെ കാര്യങ്ങൾ സുഗമമായിട്ട് നമുക്ക് ഈ അക്കാഡമിക്ക് ഇറങ്ങി തുടങ്ങണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇതിൻ്റെ താഴെ അങ്ങോട്ട് ഇട്ടോളൂ. അങ്ങോട്ട് കമൻറ്റ് ബോക്സ് അങ്ങോട്ട് നിറയട്ടെ.